ഹായ് ഫ്രണ്ട്സ്, ആയുർവേദ ചികിത്സയിൽ തന്നെ ഒരുപാട് ചികിത്സകളിൽ യൂസ് ചെയ്യുന്ന ഒരു തൈലമാണ് ഗന്ധർവസ്ഥാതി ഏരണ്ട തൈലം. പ്രധാനമായിട്ട് വാതരോഗങ്ങളിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ആവണക്കെണ്ണ യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടാറുണ്ട്. വാതരോഗങ്ങളിലുള്ള വേദന, നീർക്കെട്ട്, ആമാവസ്ഥയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പ്രധാനമായിട്ടും വാദം കോപിച്ചിട്ടുണ്ടാകുന്ന ഡിസ്ക് പ്രശ്നങ്ങൾ, നടുവേദന, ഉപ്പൂറ്റി വേദന എന്നീ കണ്ടീഷനിൽ ആവണക്കെണ്ണ നല്ല രീതിയിൽ നല്ല റിസൾട്ട് നൽകാറുണ്ട്. അതുപോലെ തന്നെ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ നല്ലൊരു ശോധന വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പല പഞ്ചകർമ്മങ്ങളും ചെയ്യാറുള്ളത്. ആ ഒരു കണ്ടീഷൻ നമ്മൾ ആവണക്കെണ്ണ കൊടുക്കാറുണ്ട്, ഉള്ളിലേക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട്. ഒട്ടനവധി ഗുണങ്ങൾ ഈ ആവണക്കെണ്ണയ്ക്ക് ഉണ്ട്. പ്രധാനമായിട്ടും അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ചാനൽസിലുള്ള ബ്ലോക്കേജ്, സ്രോതസ്സുകളിലുള്ള രോധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുന്നു. ഹെയറിലേക്ക് ന്യൂട്രീഷൻ നൽകാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കും. സാധാരണയായി പണ്ട് കാലത്തൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ വയറിളക്കാറുണ്ട്. അത് സാധാരണ വീട്ടിലെല്ലാവരും കരുതുന്ന ഒന്നാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വയറിളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലൈമറ്റ് മൂലം വരുന്ന പ്രശ്നങ്ങൾ തടയണം. നമ്മുടെ ഒരു ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള പ്രൊസീജിയർ ഹെൽപ്പ് വരുത്താൻ സഹായിക്കുന്നത്. സാധാരണ ഒരു 5 ml മുതൽ 15 ml വരെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. എപ്പോഴും ഒരു മരുന്ന്, വയറ് ശുദ്ധിയാവാനുള്ള ഒരു മരുന്ന് നമ്മൾ നിശ്ചയിക്കാറുള്ളത് ഒരു രോഗിയുടെ വയറിന്റെ അവസ്ഥ, ഒരു കോഷ്ടം എന്ന് പറയും ആയുർവേദത്തിൽ. അതായത് മൃദുകോഷ്ടമാണോ ക്രൂരകോഷ്ടമാണോ, ചിലർക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് പാല് കുടിച്ചാൽ തന്നെ വയറിളകുന്ന ചിലരുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള വയറുള്ളവരുണ്ട്. അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ നോക്കും. അതുപോലെ തന്നെ ദേഹപ്രകൃതി നോക്കും. ആ ഒരു രോഗാവസ്ഥ നോക്കിയിട്ടൊക്കെയാണ് നമ്മളെപ്പോഴും ഒരു വയറിളക്കാനുള്ള മരുന്ന് സെലക്ട് ചെയ്യാറുള്ളത്. ഇത് പ്രധാനമായിട്ടും മലബന്ധം ഉള്ളവരിൽ കൊടുക്കാറുണ്ട്. അതായത് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ 2-3 ദിവസമൊക്കെ ശേഷം മലം പോകുന്ന അവസ്ഥകളിലൊക്കെ നമുക്ക് രാത്രി കിടക്കാൻ നേരം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ നമ്മൾ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അതിലൂടെ നല്ല രീതിയിലുള്ള ശോധന അവർക്ക് വരാറുണ്ട്. ആവണക്കെണ്ണ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് മുടി വളർച്ച, ആണുങ്ങളിൽ താടി മീശയൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആവണക്കെണ്ണയിൽ അടങ്ങിയിട്ടുള്ള റിസിനോളിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻറ്റ് കൂടുതലായിട്ട് നമ്മൾ ഹെയർ ഫോളിക്കിൾ നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ നൽകാനും ഹെയറിൻ്റെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. തന്നെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലും വയറിളക്കുന്ന ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട്. സ്കിന്നുമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന സോറിയാസിസ്, അതുപോലെ തന്നെ എക്സിമ പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും കഷായത്തിൽ മിക്സ് ചെയ്തിട്ട് ശോധന ഉറപ്പ് വരുത്താനും നമ്മൾ ആവണക്കെണ്ണ കൊടുക്കാറുണ്ട്. ഇത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ പല ലോഷൻസും നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ക്രീമുകൾ, പല ലോഷൻസിലൊക്കെ ആവണക്കെണ്ണ ഒരു അംശം സാധാരണ കമ്പനീസൊക്കെ ചേർത്ത് വരുന്നുണ്ട്. ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, പ്രായമായവരിലാണെങ്കിൽ നമുക്ക് സിവിയർ ആയിട്ട് മലബന്ധമുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഒരു 15 ml വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ഡോസ് ഒരാളുടെ പ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യണം. ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ രാത്രി പാലിലോ ചൂടുവെള്ളത്തിലോ ഒരു 10 മുതൽ 15 ml വരെ കഴിക്കാവുന്നതാണ്. അത് എപ്പോഴും അത് ശീലമാക്കരുത്. നമുക്ക് അത്രയും സിവിയർ കോൺസ്റ്റിപ്പേഷൻ ഉള്ള അവസ്ഥകളിൽ, അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 50 days കൂടുമ്പോഴൊക്കെ നമുക്ക് വയറൊന്ന് ക്ലീൻ ആക്കാൻ ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഉപ്പൂറ്റി വേദന, ഫ്ലാൻഡർ ഫേഷ്യാറ്റിസ് എന്നുള്ള കണ്ടീഷൻ, അതായത് രാവിലെയൊക്കെ എണീക്കുമ്പോൾ കാലിൽ നല്ല രീതിയിൽ വേദനയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ആവണക്കെണ്ണ ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് കാലിൻ്റെ അടിഭാഗത്ത് നമുക്ക് കെട്ടിവെക്കാവുന്നതാണ്. അത് പിന്നീട് രാവിലെ റിമൂവ് ചെയ്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ കാല് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ലഭിക്കാറുണ്ട്. തലയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുടി വളരാൻ മീശയും താടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ആവണക്കെണ്ണ നമുക്ക് കൈവെള്ളയിൽ ഇട്ടിട്ട് നമ്മളെ വിരൽ തുമ്പുകൾ കൊണ്ട് നമുക്ക് മുടി കുറവുള്ള ഏരിയയിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക. ഒരു ജെന്റിൽ മസാജ് നൽകിയതിന് ശേഷം നമുക്ക് മറ്റു പല ഹെർബൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകാവുന്നതാണ്. എപ്പോഴും മുടിയിലും താടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ മറ്റ് തൈലങ്ങളുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. ആവണക്കെണ്ണ പല രീതിയിൽ പല കണ്ടീഷൻസിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സുകുമാര ഏരണ്ട തൈലം,
നിംബാമൃതാദി ഏരണ്ട തൈലം, ഗന്ധർവസ്ഥ ഏരണ്ട തൈലം എന്നിങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിൽ പല കണ്ടീഷൻസിൽ ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ആയുർവേദ ചികിത്സയിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഒക്കെ ഒരു രോഗത്തിനനുസരിച്ചിട്ടായിരിക്കും നിർദ്ദേശിക്കുന്നുണ്ടാവുക. നിങ്ങൾ കൂടിയതായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എപ്പോഴും എന്ത് പ്രശ്നമാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതിനുശേഷം നല്ല രീതിയിലുള്ള മെഡിസിൻസ്, ഇതുകൂടാതെ തന്നെ കഷായങ്ങളും മറ്റു കാര്യങ്ങളിലും ആ രോഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചികിത്സയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ടിപ്സിന് ആഴ്ച ഫോളോ ചെയ്യുക. താങ്ക് യു.